അപ്പോഴേ ഈ ഒരു പാത്രത്തിന്റെ അവസ്ഥ കണ്ട പാൽച്ചായ ചൂടാക്കാൻ വെച്ചതാണേ. നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ടോ? ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്താലോ? നമ്മളെ കയ്യിലുള്ള വാഷിംഗ് ലിക്വിഡ് ഏതായാലും വേണ്ടില്ല, അത് കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ വിനെഗർ എടുക്കുക, പാത്രത്തിന്റെ പകുതിയോളം വെള്ളം ഒഴിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളച്ചതിന് ശേഷം പിന്നെ മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഒരതി കൊടുക്കുക. പിന്നെ അത് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒഴിച്ച് കളഞ്ഞതിലേക്ക് ബേക്കിംഗ് സോഡ, പിന്നെ നമ്മളെ കയ്യിലുള്ള ഏത് ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും അത് കുറച്ചിട്ടൊന്ന് ഒരതി കൊടുക്കുക. പിന്നീട് കുറച്ച് പുളിക്കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടെ അങ്ങ് ഒരതിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കാൻ വെക്കുക. വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. തിള വന്ന് തുടങ്ങുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഒരതി കൊടുക്കുക. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് അങ്ങ് വിട്ടുപോരും. ചൂടാറിയതിന് ശേഷം ഇത് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് ചെറിയ കഷ്ണം കൂടി പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ചേർത്തിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒരതി കൊടുക്കുക, നല്ലോണം ഒരതി കൊടുക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പുളി സ്റ്റീൽ പാത്രത്തിന് നല്ല തിളക്കം കിട്ടും. അപ്പോൾ ആ പാത്രം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ എത്ര കഴുകിയാലും ഒരു 4 പ്രാവശ്യം കത്തിക്കരിഞ്ഞ പാത്രം ആയതുകൊണ്ട് അടിഭാഗം ഈ ഒരു രീതിയിലാണ് കിട്ടുക കേട്ടോ.